ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പലതരം അച്ചാറുകൾ ഉണ്ടാക്കാറുണ്ടല്ലേ. നിങ്ങളാരെങ്കിലും ക്യാബേജ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഇന്ന് ക്യാബേജ് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ല, വിനാഗിരി ഉപയോഗിക്കാത്തതും എണ്ണ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു ക്യാബേജ് പിക്കിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ക്യാബേജ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 600 ഗ്രാമാണുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്കിത് കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ല. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. കട്ട് ചെയ്യുമ്പോൾ ക്യാബേജിൻ്റെ കട്ടിയുള്ള ഭാഗമില്ല, ഞെട്ടോട് കൂടിയ ഭാഗം കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ബാക്കി ഭാഗം ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ അറ്റത്തെ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വലുതാക്കി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാതി കട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ക്യാബേജ് നമ്മൾ പച്ചയ്ക്കും തിന്നാറുണ്ട്, പിന്നെ നമ്മൾ സാലഡിലൊക്കെ ഇത് ചേർക്കാറുണ്ട്. സാലഡിലെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റാണ് ക്യാബേജ്. പിന്നെ ഒത്തിരി വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിളാണ് ക്യാബേജ്. നമ്മളുടെ ഡെയിലി മീലിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ലേഡീസ് ഡെയിലി മീലിൽ ക്യാബേജ് ഉൾപ്പെടുത്തേണ്ടതാണ്. ക്യാബേജ് പിക്കിൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് പയറ് മുളപ്പിച്ചതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ തന്നെയും നമുക്ക് കഴിക്കാം. ഈ പിക്കിളായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. പിന്നെ ഇത് നമ്മൾക്ക് നോൺ വെജ് ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൽ ആഡിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് പോർക്ക്, ചിക്കൻ, ബീഫ് ഇതൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പോഴേക്കും അതിലേക്ക് ആഡിങ് ആയിട്ട് നമുക്ക് ഈ പിക്കിള് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ക്യാബേജ് എല്ലാം അരിഞ്ഞ് ഞാനൊരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറിനിടയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു മീഡിയം സവാള, അത് ഡൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഗ്രീൻ അണിയൻ, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ ക്യാരറ്റും ഗ്രീൻ അണിയനും പിന്നെ സവാളയും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്താൽ മതിയാകും. നമുക്കിനി ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പൗഡർ ഉപയോഗിച്ചാൽ മതിയാകും. ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സോയാബീൻ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് നേരിയ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. ഇതുപോലെ നല്ല ഒഴുകുന്ന രീതിയിൽ നന്നായിട്ട് ഇത് തിക്കായി വരണം. കണ്ടോ, ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അപ്പോൾ ഈ പാകത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ജാറിലേക്ക്, മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ചേർക്കുക. അരിമാവ് നമ്മൾ കുറുക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുക. കുറച്ച് നന്നായിട്ട് ചെറുതാക്കിയ ഫ്ലേക്സാണ്, വലിയ ഫ്ലേക്സ് അല്ല. ഇത് ഏകദേശം കരകരപ്പായിട്ട് പൊടിച്ച മുളക് പൊടി, അത് 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അത് കുറച്ചെടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി എൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാവും. കുറച്ച് സ്പൈസിയാണിത്. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ
മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമ്മുടെ ക്യാബേജ് റെഡി ആവുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി. ഇത് ഞാൻ അരമണിക്കൂർ ഇടയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് നല്ല അലമ്പി കഴുകണം നന്നായിട്ട്. നമ്മളിത് ഉപ്പ് പുരട്ടി 2 മണിക്കൂറോളം വെക്കുമ്പോൾ കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് ഊറിയൊക്കെ വരും. പിന്നെ അതുപോലെ ക്യാബേജൊക്കെ വളരെ സോഫ്റ്റാവും. നമുക്കിത് അതിൻ്റെ കട്ടിയുള്ള ഭാഗമൊക്കെ വളച്ചാൽ അത് ഒടിയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് വളഞ്ഞ് വരും. അതാണ് കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ 5-6 പ്രാവശ്യം നമ്മളിതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് അലമ്പി കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇത് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇത് മറിച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുത്താലേ നമുക്ക് അച്ചാർ റെഡിയാക്കാൻ പറ്റുള്ളൂ. വെള്ളമെല്ലാം പോയതിന് ശേഷം ക്യാബേജ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റാഡിഷൊക്കെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്കിത് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും, വളരെ നല്ല ടേസ്റ്റാണ്, നേരിയ ഉപ്പ് രുചിയും ഉണ്ടാകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, അണിയൻ, പിന്നെ ഗ്രീൻ അണിയൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയൊക്കെ നന്നായിട്ട് ആ ബാറ്ററിൽ കുതിർന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ ക്യാരറ്റും ക്യാബേജും അണിയൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ക്യാബേജുമായിട്ട് ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വിനാഗിരിയോ അതുപോലെ പുളിയുള്ള ഒരു ഐറ്റം ചേർക്കുന്നില്ല. എന്നാലും ഇത് പൊങ്ങുമല്ലോ, നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇത് പുളിപ്പ് വരും, ഫെർമെൻറ്റേഷൻ നടക്കും. അങ്ങനെയാണ് ഇതിന് പുളി വരുന്നത്, അച്ചാർ പോലെ ആവുന്നത്. നമുക്കിത് എന്നിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലത്തെ കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ 3/4 ഭാഗത്തോളം നിറയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാനായിട്ട്. ഞാൻ ബാക്കിയുള്ളത് വേറെ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് ആക്കണേണ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ കണ്ടെയ്നറിൽ നമുക്ക് ആദ്യം എടുക്കാം, അതിന് ശേഷം നമുക്ക് മറ്റ് വലിയ കണ്ടെയ്നറിൽ നിന്ന് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ കണ്ടെയ്നർ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴേക്കും ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തു വരും. അതുകൊണ്ട് ഈ കണ്ടെയ്നർ നിങ്ങൾ അലൂമിനിയം ഫോയിൽ പേപ്പർ കയ്യിലുള്ളവർ അതുകൊണ്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ മറ്റ് സാധനങ്ങളിലൊന്നും ഇതിൻ്റെ മണമൊന്നും പിടിക്കില്ല. നമ്മൾ ഫ്രിഡ്ജ് തുറന്നാൽ ഇതിൻ്റെ മണമൊന്നും പുറത്തേക്ക് വരികയില്ല. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പല്ലേ. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.